ഡിയർ സ്റ്റുഡൻസ്, ടെസ്റ്റിങ്ങിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലോട്ടാണ് നാം പോകുന്നത്. ടെസ്റ്റിങ്ങിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കിനി പറയാം. ദാറ്റ് ഈസ് ടെസ്റ്റ് സ്ട്രാറ്റജീസ് ഫോർ കൺവെൻഷണൽ സോഫ്റ്റ്വെയർ. കൺവെൻഷണൽ സോഫ്റ്റ്വെയറിൻ്റെ ടെസ്റ്റ് സ്ട്രാറ്റജിയിലേക്കാണ് പോകുന്നത്. ഇങ്ങനെയൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരേണ്ട രണ്ട് ടെസ്റ്റിംഗ്, ഒന്ന് യൂണിറ്റ് ടെസ്റ്റിങ്ങും ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങും. ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. നമ്മുടെ ഈ സിലബസ് വളരെ കുറച്ച് പറയുന്നുള്ളൂ. അപ്പോൾ എന്താണെന്ന് മാത്രം അത് മെൻഷൻ ചെയ്യുകയുള്ളൂ. ദർ ആർ മെനി സ്ട്രാറ്റജീസ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു ടെസ്റ്റ് സോഫ്റ്റ്വെയർ. ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യാൻ ഒരുപാട് സ്ട്രാറ്റജികൾ ഉണ്ട്. അറ്റ് വൺ സ്ട്രീം യു ക്യാൻ വെയിറ്റ് until the system is fully constructed and then conduct test on the overall system in hopes of finding errors. അതായത് ഒരു എക്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തത് സിസ്റ്റം മുഴുവനായിട്ട് ഡെവലപ്പ് ചെയ്യുക. അതായത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം മൊത്തമായിട്ടുള്ള ടെസ്റ്റിംഗ്, അതാണ് ഒരു എക്സ്ട്രീം എന്ന് പറയുന്നത്. അതേസമയം രണ്ടാമത്തെ എക്സ്ട്രീം എന്ന് പറയുന്നത്, അറ്റ് ദി അതർ എക്സ്ട്രീം you could conduct a test on a daily basis whenever any part of the system is constructed. ഡെയിലി ബേസിസ് ടെസ്റ്റ് പറയുമ്പോൾ ഓരോ ദിവസം എത്രത്തോളമാണോ ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ആ വർക്ക് ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഓരോ ഭാഗം കൺസ്ട്രക്ട് ചെയ്യുക, അതായത് ഓരോ ഭാഗം ഡെവലപ്പ് ചെയ്യുക. മറ്റേത് എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് മൊത്തം ഡെവലപ്പ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുക. മറ്റേത് ഓരോന്നും ഡെവലപ്പ് അപ്പോൾ ടെസ്റ്റ് ചെയ്തു പോകുക. അങ്ങനെ രണ്ട് കാറ്റഗറിയാണ് ഉള്ളത്. A test strategy that is chosen by most software teams falls between the two extremes. It takes an incremental view of testing, beginning with the testing of individual program units, moving to test design to facilitate the integration of the unit, and culminating with the test that exercise the constructed system. അതായത് അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ടീം ഉണ്ടാവും. നമുക്ക് അറിയാം, സോഫ്റ്റ്വെയർ ഫീൽഡിൽ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന അതാണ് ടെസ്റ്റ് ടീം എന്ന് പറയുന്നത്. ഈ ടെസ്റ്റ് ടീമിന് മുന്നിൽ ഈ രണ്ട് എക്സ്ട്രീമുകളുണ്ടാവും. ഒന്ന് ഫുൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് എറേഴ്സ് കണ്ടുപിടിക്കുന്നതും അത് ടെസ്റ്റ് ചെയ്യുന്നതും, അതല്ല അതേ ഓരോരോ ഭാഗമായിട്ട് അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് തരം ഇതിനുമായിട്ട് ആണ് ഈ സോഫ്റ്റ്വെയർ ടീംസ്, ടെസ്റ്റിംഗ് ടീംസ് വീണ് കിടക്കുന്നത്. അപ്പോൾ ഇറ്റ് ടേക്സ് ആൻ ഇൻക്രിമെൻ്റൽ വ്യൂ ഓഫ് ടെസ്റ്റിംഗ്. അത് പറഞ്ഞാൽ ഇൻക്രിമെൻ്റൽ വ്യൂ ഓഫ് ടെസ്റ്റിംഗ് ആണ്. അതായത് ഒന്നെന്ന് പറയുന്നത് അന്നത് ചെയ്യുന്ന കണക്കുകൾ അന്നത് ചെയ്തിട്ടുള്ള ടെസ്റ്റിംഗ്. അതായത് ഒരു മോഡ്യൂൾ ആ മോഡ്യൂൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ഓരോരോ മോഡ്യൂൾ അപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ടെസ്റ്റിങ്. ഒന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടുള്ള ടെസ്റ്റിങ്. അങ്ങനെയാണ് രണ്ട് തരത്തിൽ പറയുന്നത്. അപ്പോൾ ഓരോരോ യൂണിറ്റുകൾ ഇൻഡിവിജ്വൽ യൂണിറ്റുകളായിട്ട് എടുത്തിട്ട് ആ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റിനും ടെസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ പോവാം. അല്ലെങ്കിൽ മൊത്തമായിട്ട് ആ ഒരു ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് മാത്രം നടത്താം. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ യൂണിറ്റ് ടെസ്റ്റിംഗ് ആണ്. യൂണിറ്റ് ടെസ്റ്റ് ഫോക്കസ് വെരിഫിക്കേഷൻ എഫോർട്ട് ഓൺ ദി സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സോഫ്റ്റ്വെയർ ഡിസൈൻ, ദ സോഫ്റ്റ്വെയർ കമ്പോണൻ്റ് ഓർ മോഡ്. അത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും ചെറിയ ഒരു മോഡ്യൂളിനെ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു കമ്പോണൻറ്റിനെ ടെസ്റ്റ് ചെയ്യാനാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. മോഡ്യൂൾ വൈസ് ടെസ്റ്റിംഗ്, പേര് തന്നെയാണ് യൂണിറ്റ് ടെസ്റ്റിംഗ്. മോഡ്യൂൾ വൈസ് ടെസ്റ്റിങ്ങിനാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. അതേസമയം ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓരോ യൂണിറ്റും ടെസ്റ്റ് ചെയ്യപ്പെട്ട യൂണിറ്റുകൾ മൊത്തമായിട്ട് ചേർത്തുകൊണ്ടുള്ള ടെസ്റ്റിംഗാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്. അതായത് മോഡ്യൂൾ ബേസിലാണെങ്കിൽ ഓരോ മോഡ്യൂൾ ടെസ്റ്റിംഗ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊത്തമായിട്ടുള്ള ടെസ്റ്റിംഗാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. Integration testing is a systematic technique for constructing the software architecture while at the same time conducting tests to uncover errors associated with interfacing. The objective is to take unit-based component and build a program structure that has been dictated by design. അപ്പോൾ അതായത് സ്ട്രാറ്റജിക് കൺവെൻഷൻ ഓഫ് സോഫ്റ്റ്വെയറിൽ മെയിനായിട്ട് യൂണിറ്റ് ടെസ്റ്റിങ്ങും ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങാണ് പറയുന്നത്. അതായത് ആ ഒരു വ്യത്യാസം തന്നെ രണ്ട് തരം അപ്രോച്ച് വെച്ചുകൊണ്ട് തന്നെ പറയാം. ഇനി അടുത്ത് പറയാനുള്ള ടെസ്റ്റ് സ്ട്രാറ്റജി ഫോർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സോഫ്റ്റ്വെയർ. കൺവെൻഷണൽ സോഫ്റ്റ്വെയർ ആണ്, ഇത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സോഫ്റ്റ്വെയർ ആണ്. സെയിം കോൺസെപ്റ്റ് തന്നെ യൂണിറ്റ് ടെസ്റ്റിങ്ങും ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങും കോൺസെപ്റ്റിലാണ്, അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റിലാണ് യൂസ് ചെയ്യുന്നത് മാത്രം. The objective of testing, stated simply, is to find the greatest possible number of errors with the manageable amount of effort applied over a
റിയലിസ്റ്റിക് ടൈം സ്പാൻ. ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ എററിൻ്റെ എണ്ണത്തിനെയാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. ടു ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് പോസിറ്റീവ് നമ്പർ ഓഫ് എറേഴ്സ് വിത്ത് ദി മാനേജബിൾ എമൗണ്ട് ഓഫ് എഫേർട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ എറർ എത്രയാണെന്നുള്ള ഫൈൻഡിങ്സ് ആണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റിംഗ് ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ് ചെയ്യുന്നത്. യൂണിറ്റ് ടെസ്റ്റ് അതിൽ പറയുന്നത് ഒന്ന് യൂണിറ്റ് ടെസ്റ്റിങ്ങും ഒന്ന് ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിംഗാണ്. ഫസ്റ്റ് ഇത് പറയാം. Unit testing in the OO concept. Unit testing in the object-oriented context. When object-oriented software is considered, the concept of the unit changes. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സോഫ്റ്റ്വെയർ കോൺസെപ്റ്റ് ഒബ്ജക്ട്സ് ക്ലാസ് ഇത്രയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എൻകാപ്സുലേഷൻ ഡ്രൈവ്സ് ദ ഡെഫിനിഷൻ ഓഫ് ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ്. This means that each class and each instance of class packages attribute and the operation that manipulate this data. An encapsulated class is usually the focus of unit testing. നമ്മൾ പറഞ്ഞ തന്നെ ഒബ്ജക്റ്റുകൾ ഉണ്ടാവും, അവയോട് ക്ലാസ്സുകൾ ഉണ്ടാവും, ഓരോ ക്ലാസ്സിൽ അതിൻ്റെ ആട്രിബ്യൂട്ട്സുകൾ ഉണ്ടാവും, ഇൻസ്റ്റൻസ് ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി കൂടിച്ചേർന്നതാണ് യൂണിറ്റ് ടെസ്റ്റിംഗ്. കാരണം അത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോണ്ടെക്സ്റ്റ് ആയതുകൊണ്ട്. Class testing for object-oriented software is the equivalent of unit testing for conventional software. കൺവെൻഷണൽ സോഫ്റ്റ്വെയറിലെ ക്ലാസ് ടെസ്റ്റിങ്ങിന് ഈക്വൽ ആയിട്ടുള്ളതാണ് യൂണിറ്റ് ടെസ്റ്റിങ്ങിന് ഈക്വൽ ആയിട്ടുള്ളതാണ് ഇവിടുത്തെ ക്ലാസ് ടെസ്റ്റ്. ക്ലാസ് ടെസ്റ്റിംഗ് ഫോർ ഓ സോഫ്റ്റ്വെയർ ഈസ് ദ ഈക്വൽ ടു യൂണിറ്റ് ടെസ്റ്റിംഗ്. യൂണിറ്റ് ടെസ്റ്റിന് ഈക്വൽ ആയിട്ടുള്ളതാണ് ഇവിടെ ക്ലാസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. Unlike unit testing of conventional software, which tends to focus on algorithmic details of the module and data that flow across the module interface, class testing for OO software is driven by the operations encapsulated by the class and the state behavior of the class. അതായത് യൂണിറ്റ് ടെസ്റ്റിംഗ് കൺവെൻഷണൽ സോഫ്റ്റ്വെയറിലെ യൂണിറ്റ് ടെസ്റ്റിങ്ങിന് പകരമാണ് ഇവിടെ ക്ലാസ് ടെസ്റ്റിംഗ് പറയുന്നത്. ഈ അവിടെയുള്ള യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എന്താണ് അൽഗോരിതമിക് ഡീറ്റെയിൽസ് ഡാറ്റ ഫ്ലോ ഡീറ്റെയിൽസിനെ കാണിക്കാനാണ് ആ ഒരു യൂണിറ്റ് ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ ഡാറ്റ ഫ്ലോയും ഇൻ്റർഫേസ് ക്ലാസ് ടെസ്റ്റ് ഇതെല്ലാം തന്നെ നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാൻ കഴിയും. അവിടെ ഒരു ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആണ് രണ്ടാമത് പറഞ്ഞത്. ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിങ്ങിന് മെയിനായിട്ട് രണ്ട് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസാണ് ഉള്ളത്. ഒന്ന് ത്രെഡ് ബേസ്ഡും രണ്ടാമത് യൂസർ ബേസ്ഡും. യൂസ് ബേസ്ഡ് ടെസ്റ്റിങ്ങും ത്രെഡ് ബേസ്ഡ്. There are two different strategies for integration testing of OO system. The first, thread-based testing. Second one is use-based testing. Thread-based testing integrates the set of classes required to respond one input or event or the system. Each thread is integrated and tested individually. അതായത് ത്രെഡ് ബേസ്ഡ് സിസ്റ്റം പറയുന്നത് സെറ്റ് ഓഫ് ക്ലാസ്സസ് റിക്വയർഡ് ടു റെസ്പോണ്ട് വൺ ഇൻപുട്ട് ഓർ എലമെൻറ്റ് ഓർ ദി സിസ്റ്റം. എന്താണ് സെറ്റ് ഓഫ് ക്ലാസ്സസ് ആണ്. നമുക്കറിയാം കോൺസെപ്റ്റ് തന്നെ ക്ലാസ്സും ഒബ്ജക്റ്റും ഉണ്ടായിരിക്കും. അതിലൊരു വൺ ഇൻപുട്ടിന് റെലവൻ്റ് ആയിട്ട് ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഓരോ ഇൻപുട്ടിന് നമ്മളാണ് പറയുന്നത് ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ത്രെഡിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക, അതായത് ആ ത്രെഡിൽ നിന്ന് പിന്നെയുള്ള അടുത്ത ത്രെഡുകൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഓരോന്നിനും സെപ്പറേറ്റ് ടെസ്റ്റ് ചെയ്യപ്പെടുക. അതാണ് ഇൻറ്റിഗ്രേഷൻ ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The second integration approach, use-based testing, begins the construction of the system by testing those classes that use very few server classes. സെർവർ ക്ലാസ്സിൽ നിന്ന് വീണ്ടും അതിന് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ക്ലാസ് ഇങ്ങനെ ഇൻറ്റിഗ്രേറ്റ് കൊണ്ടുവരുന്ന പേരാണ് യൂസ് ബേസ്ഡ് സിസ്റ്റം. അവിടെ യൂസ് ബേസ്ഡ് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക, അതുകൊണ്ടാണ് ആ പേര് വന്നത്. ഇപ്പോൾ ക്ലസ്റ്റർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റിഗ്രേഷൻ ടെസ്റ്റിൻ്റെ മറ്റൊരു പാർട്ട് സ്റ്റെപ്പാണെന്ന് തന്നെ പറയാം. ക്ലസ്റ്റർ ഓഫ് കൊളാബറേഷൻ ക്ലാസ്സസ് അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ പറയാൻ കാരണം. ക്ലസ്റ്റർ ഓഫ് കൊളാബറേറ്റിംഗ് ക്ലാസ്സസ് ഈസ് എക്സസൈസ്ഡ് ബൈ designing test cases that attempt to uncover errors in the collaboration. അതായത് ക്ലസ്റ്റർ കൊളാബറേറ്റിംഗ് ക്ലാസ്സിൽ ടെസ്റ്റ് കേസ് ഡിസൈൻ ചെയ്തിട്ട് ആ ടെസ്റ്റ് കേസ് യൂസ് ചെയ്തിട്ട് എറർ ഒഴിവാക്കുന്നത് തന്നെയാണ് ക്ലസ്റ്റർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. കൺവെൻഷണൽ സോഫ്റ്റ്വെയറിൽ യൂണിറ്റ് ടെസ്റ്റിംഗ് എന്നാണ്, ഇൻറ്റിഗ്രേഷൻ ടെസ്റ്റിംഗ് എന്നാണ് പറയണം.
അതേസമയം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സോഫ്റ്റ്വെയറിൽ ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിങ്ങിൻ്റെ ഓ കോൺസെപ്റ്റും യൂണിറ്റ് ടെസ്റ്റിൻ്റെ ഓ ടെക്സ്റ്റും പറയാം. ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.